കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ സായാഹ്ന വേളയിൽ റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിൽ ദൈവവചന ശുശ്രൂഷയുമായി കടന്നു വരുവാൻ ലഭ്യമായ അസുലഭമായ സന്ദർഭത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വിശിഷ്യ ഈ ഗ്രൂപ്പിൻ്റെ ചീഫ് അഡ്മിനായിരിക്കുന്ന റോസ്ലിൻ സിസ്റ്റർ, കുടുംബം, മറ്റ് അഡ്മിന്മാർ, എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ നാമത്തിൽ വന്ദനം പറയുന്നു. പ്രത്യേകിച്ച് തുടർമാനമായി നടന്നു വരുന്ന ഈ ഫേസ്ബുക്ക് പേജിലെ ലൈവായുള്ള ശുശ്രൂഷകൾ, ദൈവവചന പ്രഘോഷണങ്ങൾ, ഇത് ശ്രദ്ധിക്കുന്നവർക്ക് നിശ്ചയമായും ഒരു അനുഗ്രഹത്തിന് കാരണമാണ്. ഈ കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ച് മനസ്സിലാക്കിയാൽ ദൈവവചനത്തിൻ്റെ മാറ്റമില്ലാത്ത സത്യങ്ങൾ അത് വളരെ ശക്തമായ നിലയിൽ മുന്നമേ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനത്തിൻ്റെ നിവൃത്തി എന്ന വണ്ണമാണ് ഈ കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വചനം മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന പല സത്യങ്ങളും നമ്മുടെ കൺമുൻപിൽ ഇന്ന് വ്യക്തമായി നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ മാറ്റമില്ലായ്മയും നിസ്തുല്യതയും ശക്തിയായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വിശുദ്ധ തിരുവെഴുത്തിൽ മുന്നമേ പറഞ്ഞിരിക്കുന്ന പല പ്രവചനങ്ങളും നിറവേറി ഇന്ന് ചരിത്രമായി മാറിക്കഴിഞ്ഞു. ഇന്ന് നടക്കുന്ന പല സംഭവങ്ങളും ശക്തിയായി പരിശുദ്ധാത്മാവിൽ എഴുതിയ അനവധി ദൈവദാസന്മാർ തങ്ങളുടെ തൂലികകൾ ചലിപ്പിച്ച് എഴുതിയിട്ടുള്ളത് ഈ പ്രവചന ഗ്രന്ഥങ്ങളിൽ, പുസ്തകങ്ങളിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അത് നാളെ ചരിത്രമായി മാറുവാൻ പോകുകയാണ്. അങ്ങനെ മനുഷ്യ ചരിത്രത്തെ അഥവാ മനുഷ്യന് സംഭവിക്കുന്ന സംഭവങ്ങളെ അനുനിമിഷം അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വ്യക്തമായി മുന്നിലും പിന്നിലുമായി ഓർപ്പിക്കുന്ന, ഒന്നുകൂടെ പറഞ്ഞാൽ ത്രികാലങ്ങളെ വിവേചിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നൽകി തന്നിരിക്കുന്ന സന്ദേശങ്ങളാണ് വിശുദ്ധ ബൈബിളിൻ്റെ താളുകളിലൂടെ മാനവജാതിക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ഇന്ന് രാവിലത്തെ പത്രമെടുത്ത് നമ്മൾ നോക്കിയാൽ ഇന്നലകളിലെ വാർത്തകൾ നമ്മൾക്ക് വായിക്കുവാനായിട്ട് കഴിയും. ഇന്നലകളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഈ പത്രത്തിൻ്റെ ആ പേജുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളത് അവർക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഇന്നലകളിൽ സംഭവിച്ച കാര്യങ്ങൾ മാത്രമല്ല, നാളെ നടക്കുവാൻ പോകുന്ന സംഭവങ്ങളെയും വിവേചിച്ച് വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ട പുസ്തകമാണ് വിശുദ്ധ തിരുവെഴുത്ത്. അതുകൊണ്ട് തന്നെ ഇത് പഠിക്കുകയും ഗ്രഹിക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാരാണ്. ഈ ഗണത്തിലായിത്തീരുവാൻ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ സ്നേഹപൂർവം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഇത് വായിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് സ്തോത്രം വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. അങ്ങനെ ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിൾ മാത്രമാണ്. അനവധി പുസ്തകങ്ങൾ വായിക്കാം, ജ്ഞാനം വർദ്ധിപ്പിക്കാം, പക്ഷേ അത് ഭാഗ്യം കൊണ്ട് തരുന്നതല്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം അത് നമ്മെ ഭാഗ്യാവസ്ഥയിലേക്ക്, നമ്മെ ബ്ലെസ്സഡ് അനുഭവത്തിലേക്ക്, അനുഗ്രഹിക്കപ്പെട്ട നിലയിലേക്ക് നടത്തുന്നതാണ്. അതുകൊണ്ട് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്നവരെല്ലാം അത് മനസ്സിലാക്കി ദൈവവചനം നിങ്ങളെ ദൈവികമായിരിക്കുന്ന അനുഗ്രഹത്തിലേക്ക് നയിക്കുമെന്നുള്ള ബോധ്യത്തോടുകൂടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ ഓർപ്പിച്ചുകൊണ്ട് ഇന്ന് നാം വിശുദ്ധ തിരുവെഴുത്തിലേക്ക് തിരിയുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 32-ാമത് വാക്യമാണ് വായിക്കുവാൻ താല്പര്യപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാമത് വാക്യം: സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഒന്നുകൂടെ വായിക്കുന്നു: സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും.
ഇന്നലെ ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം കൊണ്ടാടുന്ന ദിവസമായിരുന്നു, ആഗസ്റ്റ് 15. ഇന്നലെ ഞങ്ങൾ അനവധിയിടങ്ങളിൽ പോയി ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചു. അങ്ങനെ സ്വാതന്ത്ര്യം കൊണ്ടാടിയ ഈ രാജ്യത്തോട്, നമ്മുടെ ദേശത്തോട്, കുടുംബങ്ങളോട് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് പ്രസംഗിക്കുവാൻ ലഭിച്ച ആ അവസരം എന്ന് പറയുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട അവസരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ശുശ്രൂഷയിൽ ഞാൻ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്ന സന്ദേശം, എങ്ങനെയാണ് നമുക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ കഴിയുന്നത്. സ്വാതന്ത്ര്യം 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 എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, വാസ്തവത്തിൽ മനുഷ്യൻ സ്വാതന്ത്ര്യനാണോ, സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ട സമയമായത്. വിശേഷിയാൽ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ രാജ്യം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് രാഷ്ട്രീയ സ്വാതന്ത്ര്യം പ്രാപിച്ച് ആ നിലകളിൽ സ്വതന്ത്ര ഭരണകൂടത്തിലേക്ക് വന്ന ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് നമ്മൾ സ്വാതന്ത്ര്യമായി കൊണ്ടാടുന്നത്. അതിൻ്റെ പിന്നിൽ വില കൊടുത്തവരുണ്ട്, അധ്വാനിച്ചവരുണ്ട്, നമ്മുടെ നേതാക്കന്മാരുണ്ട്, അവരെല്ലാം ഞാൻ അനുസ്മരിക്കുന്നു. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ കഴിയുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനം എന്ത് പഠിപ്പിക്കുന്നു? നാം സ്വതന്ത്രരോ? ചിന്തിക്കേണ്ട സമയമാണിത്. ജമൈക്ക എന്ന് പറയുന്ന സ്ഥലത്ത് സംഭവിച്ച ഒരു സംഭവം ഞാൻ വായിക്കുകയുണ്ടായി. ദീർഘനാളുകൾ അടിമത്തത്തിൽ കഴിഞ്ഞുകൂടിയ ഒരു കൂട്ടം ആളുകൾ ഒരു ദിവസം അവർ സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്ന ആ ദിവസം ഒരു വലിയ നീണ്ട നിര ജമൈക്കയിലുള്ള ആ ജനങ്ങൾ മുഴുവൻ ഇങ്ങനെ തെരുവീതിയിൽ ഇറങ്ങി മുൻപോട്ട് ഇങ്ങനെ ജൈത്രയാത്ര നടത്തുകയാണ്. സകല ആളുകളുമുണ്ട്. അന്നവർ സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ദിനമായിരുന്നു. ആ ദിനത്തിൽ സകല ആളുകളും ഒരുപോലെ ഇങ്ങനെ യാത്ര ചെയ്ത് മുൻപോട്ട് വരുമ്പോൾ അത് ചെറിയവരുണ്ട്, വലിയവരുണ്ട്, ഉന്നതന്മാരുണ്ട്, ദേശത്തിലെ മുഴുവൻ ആളുകളുമുണ്ട്. അന്ന് വരെ അവരടിമകളായി വസിച്ചിരുന്ന സ്ഥാനത്ത് ആ രാജ്യം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ദിനമാണ്. ഇങ്ങനെ ജനമെല്ലാം മുൻപോട്ട് വന്നു. മുൻപോട്ട് വന്നപ്പോൾ വന്ന വഴിയിൽ തന്നെ അതിൻ്റെ തീരത്ത് അതിനോട് ചേർന്ന് ഒരു വലിയ ശവക്കുഴി കുഴിച്ചിരുന്നു. എല്ലാവരും ശ്രദ്ധിച്ചു. പുറകിലേക്ക് നോക്കിയപ്പോൾ ഒരു ശവപ്പെട്ടി കൊണ്ടുവരികയാണ്. ശവപ്പെട്ടി. എന്താ ഈ ശവപ്പെട്ടിക്കകത്ത്? ഈ കുഴിയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് അവരാ ശവപ്പെട്ടി അവിടെ താത്തു വെച്ചു. ഒരു വയോവൃദ്ധനായ ഒരു മനുഷ്യൻ മുൻപോട്ട് വന്നു. രണ്ടുപേര് ചേർന്ന് ആ ശവപ്പെട്ടി തുറന്നു. തുറന്നപ്പോൾ ഒരു വലിയ ചാട്ട ആ ശവപ്പെട്ടിക്കകത്തുണ്ട്. അദ്ദേഹം ആ ചാട്ടയെടുത്ത് എല്ലാവരെയും പൊക്കി കാണിച്ചു. ഇന്നലെ വരെ നമ്മളെ അടിമപ്പെടുത്തിക്കൊണ്ടിരുന്ന ചാട്ടയാണിത്. ഇത് അനേകരുടെ കരങ്ങളിൽ നമ്മുടെ ശരീരത്തിന് ആഘാതമേൽപ്പിച്ചതാണ്. എന്നാൽ ഇന്ന് നാം സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ദിനമാണ്. അതുകൊണ്ട് തന്നെ നാം ഇതിനെ കുഴിച്ചു മൂടുവാൻ പോകുകയാണെന്ന് പറഞ്ഞ് ആ ശവപ്പെട്ടിക്കകത്തേക്ക് ആ ചാട്ട എടുത്തു വെച്ചതിന് ശേഷം പെട്ടി മൂടി വലിയൊരു കുഴിയിലേക്ക് വെച്ച് ആ കുഴി മൂടുവാനിടയായി. അവര് പറഞ്ഞു, ഞങ്ങൾ സ്വതന്ത്രരായി. ഞങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ചാട്ടവാറ്, ഞങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന, ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ കെടുത്തിക്കൊണ്ടിരുന്നതിനെ ഞങ്ങൾ കുഴിച്ചു മൂടി എന്ന് പറഞ്ഞ് ജമൈക്കയിലുള്ള സകല ആളുകളും ഒരുപോലെ ആനന്ദ നൃത്തം ചെയ്ത കാഴ്ചയാണ് അവിടെ തുടർന്ന് കാണുവാനായിട്ട് കഴിഞ്ഞത്. ഞാൻ എന്തിനാ ഈ കാര്യം എടുത്തു പറഞ്ഞെന്ന് ചോദിച്ചാൽ, നമ്മെ മഥിക്കുന്ന, നമ്മെ ഒതുക്കുന്ന, നമ്മുടെ സ്വാതന്ത്ര്യത്തെ കെടുത്തുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ സത്യം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ, കർത്താവ് പറഞ്ഞു, ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം അറിയണം. സത്യം അറിഞ്ഞെങ്കിലേ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. എബ്രഹാം ലിങ്കൻ സ്വാതന്ത്ര്യം വളരെ ഉച്ചസ്ഥലം പ്രഖ്യാപിച്ചു.
എല്ലാവരെയും സ്വതന്ത്രരായി വിട്ടയക്കുക, അടിമകളെ സ്വതന്ത്രരായി വിട്ടയക്കുക. പക്ഷേ ഈ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിട്ടും അടിമപ്പണി ചെയ്യുന്ന ആയിരങ്ങൾ ഉണ്ടായിരുന്നു എന്നാ. ഞാനതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും പിന്നെയും അടിമകളായി ജോലി ചെയ്യുന്ന ഒത്തിരി ആളുകളെ കാണുവാൻ കഴിഞ്ഞു. അവരുടെ വയലേലകളോ അവരുടേതായിരിക്കുന്ന അടിമപ്പണികളോ വിട്ട് അവർ മുൻപോട്ട് വന്നില്ല, അവരോടാരും പറഞ്ഞില്ല. പക്ഷെ സ്വാതന്ത്ര്യം ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്വതന്ത്രരായി നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യം വിളംബരം ചെയ്തു. പക്ഷേ ഈ സത്യം അറിഞ്ഞെങ്കിലേ നിനക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ സായാഹ്ന വേളയിൽ ദൈവവചനത്തിന്റെ മാറ്റമില്ലാത്ത സത്യം നിന്റെ അന്തരംഗത്തിൽ ഒരു വിടുതലിനായി വ്യാപരിക്കാൻ പോകുക. നിന്നെ അസമത്വത്തിലും തകർച്ചയിലും വേദനയിലും പീഡിപ്പിക്കുന്ന ശത്രുവിന്റെ ചങ്ങലകളെ പൊട്ടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാലുള്ള ഒരു വലിയ വിടുതൽ നിന്റെ അകത്ത് വെളിപ്പെടത്തക്ക നിലയിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ നിത്യ സത്യങ്ങൾ സ്നേഹിത നിന്റെ അകത്തേക്ക് രൂപാന്തരമായി ദൈവവചനത്തിന്റെ പ്രവൃത്തിയായി വെളിപ്പെടുമ്പോൾ നിന്റെ ജീവിതത്തിൽ യഥാർത്ഥമായ സ്വാതന്ത്ര്യം ഉണ്ടാകുമെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മോട് സംസാരിക്കുക. അപ്പൊ സത്യം അറിഞ്ഞെങ്കിലേ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. സത്യം അറിയാതെ പോയവർക്ക് ഈ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ കഴിയാതെ വന്ന അനേകരെ കുറിച്ച് ഈ പുസ്തകത്തിലുണ്ട്. ഒന്ന് രണ്ട് പേരെ ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ വിഷയത്തിൽ മുൻപോട്ട് പോകാം. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ഒരു വ്യക്തിയോട് കർത്താവ് സംസാരിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിലുള്ള വിടുതലിനുള്ള സന്ദേശം കർത്താവ് അദ്ദേഹത്തോട് അറിയിക്കുക. 3-ാം അധ്യായത്തിൽ അറിയിക്കുമ്പോ ഒരു ചോദ്യം കർത്താവ് ചോദിക്കുക. ഇദ്ദേഹത്തിന് ഒന്നും മനസ്സിലാകുന്നില്ല. ഈ വചനങ്ങളോ വാക്യങ്ങളോ ആലോചനകളോ സന്ദേശങ്ങളോ കർത്താവ് പറയുന്ന സന്ദേശങ്ങളോ ഒന്നും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഗ്രഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇതറിയുന്നില്ലയോ? കണ്ടോ, അറിയേണ്ടത് അറിയണം. നീ ആയിരിക്കുന്നത് എവിടെയാ? ഇസ്രായേലിന്റെ ഉപദേഷ്ടാവാ. അവിടെ എഴുതിയിട്ടുണ്ട്, പരീശന്മാരുടെ കൂട്ടത്തിൽ പ്രമാണിയായ ഒരുവൻ, ഒന്നുകൂടെ പറഞ്ഞാൽ പള്ളിപ്രമാണിയാണ്, പരീശനാണ്, പക്വതനാണ്, പള്ളിയിൽ നല്ല സ്ഥാനമുള്ളയാളാണ്. പക്ഷേ ഉപദേഷ്ടാവെന്നും അവിടെ പറഞ്ഞിരിക്കുക. ടീച്ചറാ, പള്ളിയിൽ പഠിപ്പിക്കുന്നയാളാ. ഇങ്ങനെ എല്ലാ നിലകളിലും കാര്യങ്ങളൊക്കെ നല്ല നിലവാരത്തിൽ അതിൻ്റെ ജീവിതത്തിൽ ഉള്ളത്. പക്ഷെ ഒരു കാര്യം അറിയേണ്ടത് അറിഞ്ഞിട്ടില്ല. അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. പള്ളിയുണ്ട്, ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഉപദേശമുണ്ട്, ചട്ടക്കൂടുകളുണ്ട്, അതിന്റെ പെരുന്നാളുകളും അതിൻ്റെതായിരിക്കുന്ന എല്ലാ ആലോചനകളിലും ഈ നിക്കോദിമോസ് ഉണ്ട്. പക്ഷെ അറിയേണ്ടത് ഇതുവരെ അറിഞ്ഞിട്ടില്ല. യേശു ചോദിക്കുന്ന ഒരു ചോദ്യം, നീ ഉപദേഷ്ടാവാണല്ലോ, നീ പള്ളിയിലെ പരീശനല്ലേ? അതെ. നീ അവിടുത്തെ കർമ്മങ്ങൾ നടത്തുന്നയാളല്ലേ? അതെ. നീ അവിടുത്തെ കമ്മിറ്റിയിൽപ്പെട്ടയാളല്ലേ? അതെ. കാര്യങ്ങളൊക്കെ ശരിയാ. പക്ഷെ നീ അറിയേണ്ടത് ഇതുവരെ എന്തുകൊണ്ട് അറിയാഞ്ഞേ? ഞാൻ ഏതാണ്ടൊന്ന് അറിഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞാണ് നീ കാര്യങ്ങളുമായിട്ടൊക്കെ ഇടപെടുന്നതെങ്കിലും അറിയേണ്ടത് നീ ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ. നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും എന്തുകൊണ്ട് നീ അത് അറിഞ്ഞില്ല? ഇന്ന് ഈ സായാഹ്ന വേളയിൽ പലതും അറിഞ്ഞിട്ടുണ്ട്. നിങ്ങളാരും പറഞ്ഞ് ഞങ്ങളെ അറിയിക്കണ്ട, ഞങ്ങളുടെ കയ്യിലും ബൈബിളുണ്ട്, ഞങ്ങളും പ്രാർത്ഥിക്കുന്നവരാ, പാടുന്നവരാ എന്നൊക്കെ പറയുന്ന ഒരു സമൂഹത്തോടെ അറിയേണ്ടത് പോലെ അറിയാൻ ഇന്ന് ഈ സായാഹ്ന വേളയിൽ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുക. ദൈവവചനത്തിന്റെ കാതലായ സത്ത, ദൈവവചനത്തിന്റെ നിത്യസത്യങ്ങൾ അത് ഹൃദയത്തിൽ കയറി ആത്മാവിൽ പരിവർത്തനം നടത്തുവാൻ കഴിയാതെ നിന്റെ ജീവിതത്തിൽ അകത്തലത്തിൽ ബന്ധിച്ചിരിക്കുന്ന, കുരുടാക്കിയിരിക്കുന്ന ദൂതന്റെ ശക്തികൾ പരിധി വിട്ട്
ആമേൻ, ഒരു പാരമ്പര്യം വിട്ട്, ഒരു സാഹചര്യം വിട്ട് അതിനപ്പുറത്തേക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാതെ ജീവിതത്തിന്റെ മണ്ഡലങ്ങളെ ഒതുക്കി നിർത്തിയിരിക്കുന്ന ചില നൂറ്റന്റെ ശക്തികളുടെ മേൽ ഇന്ന് ഈ സായാഹ്ന വേളയിൽ ഒരു ജയം വേണമോ? ഈ സായാഹ്നവേളയിൽ പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെടുകയാ. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നിന്റെ ജീവിതത്തെ അറിയേണ്ടവരെ അറിയേണ്ടതുപോലെ അറിയേണ്ടതിന് വ്യക്തിഗതമായി സമർപ്പണത്തിലേക്ക് വരുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുക. അറിയേണ്ടതുപോലെ അറിയണം. അങ്ങനെയെങ്കിലേ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. കർത്താവായ യേശുവിന്റെ ജനനത്തിങ്കൽ സംഭവിച്ച ഒരു സംഭവമുണ്ട്. സമയത്തിന്റെ പരിമിതി എന്റെ മുൻപിലുണ്ട്, അതുകൊണ്ട് തന്നെ വളരെ വേഗം ഞാൻ മുൻപോട്ട് പോകുകയാണ്. യേശു കുഞ്ഞുമായി ജോസഫും മറിയയും കൂടെ ദേവാലയത്തിൽ വരുമ്പോൾ ദേവാലയത്തിന്റെ അങ്കണത്തിൽ നിന്ന് ഒരു വയോവൃദ്ധനായ മനുഷ്യൻ ഓടി വന്ന് ഈ കുഞ്ഞിനെ കയ്യിലേന്തുന്ന ഒരു ഭാഗം ഈ പുസ്തകത്തിൽ ലൂക്കോസിന്റെ വിഷയത്തിലുണ്ട്. ഓമനത്തം തുളുമ്പുന്ന ആ കുഞ്ഞിനെ കയ്യിലേന്തിക്കൊണ്ട് മുഖത്തേക്ക് നോക്കി പറഞ്ഞു, നാഥ, തിരുവചനം പോലെ നീ അടിയന് സമാധാനത്തോടെ വിട്ടയക്കുന്നു. ഓ, ആ കുഞ്ഞിനെ കയ്യിലേന്തിക്കൊണ്ട് ശിമിയോൻ പറഞ്ഞു, നാഥ, കേട്ടോ, വചനപ്രകാരം ഒരു നല്ല വിടവാങ്ങൽ എനിക്ക് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. ആ കുഞ്ഞിനെ കാണാതെ മരിക്കയില്ലെന്നൊരു ആലോചന ഈ മനുഷ്യന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ശബ്ദം, ദൈവശബ്ദം. അതുകൊണ്ട് തന്നെ അന്നു മുതൽ വരാൻ പോകുന്ന മശികയെ കാത്തിരുന്ന ആര്? ഈ വന്യവയോവൃദ്ധനായ ശിമിയോൻ. ഒന്നുകൂടെ പറയാം, യഹൂദന്മാരുടെ തൽമൂദ് പഠിച്ചു നോക്കിയാൽ ഇദ്ദേഹത്തിന്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഈ പഴയ നിയമ തിരുവെഴുത്തുകളെ പകർത്തി എഴുതുന്ന ഒരു ജോലിയായിരുന്നു ശിമിയോന്. പഴയ നിയമ തിരുവെഴുത്തുകളുണ്ടല്ലോ, പ്രവാചക ചുരുളുകൾ. ഇന്നത്തെ പോലെ പേനായും മഷിയോ അല്ലെങ്കിൽ പ്രസോ ഒന്നും വന്നില്ല. ഇത് പകർത്തി എഴുതുന്ന ഒരു ജോലിയായിരുന്നു ശിമിയോന്. അങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പകർത്തി എഴുതി. 1-ാം അധ്യായം എഴുതി, 2-ാം അധ്യായം എഴുതി, 3 എഴുതി, 4 എഴുതി, 5 എഴുതി, 6 എഴുതി. അപ്പൊ ഒരു വാക്യം, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അത് വായിച്ചപ്പോ പുള്ളി ഞെട്ടിപ്പോയി. കന്യകയിൽ നിന്ന് മകനെ പ്രസവിക്കുകയോ? അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. യഹൂദന്മാരുടെ ഇടയിൽ ഈ പകർത്തി എഴുതുമ്പോ, പ്രത്യേകിച്ച് ഇങ്ങനെ എഴുതുന്ന ആളുകൾ വളരെ കൈകാലുകളൊക്കെ ശുദ്ധീകരിച്ച് പക്വതയോടും ഭയത്തോടും കൂടെയൊക്കെ എഴുതുന്നല്ല. ചുമ്മാതെ അങ്ങോട്ട് ചെന്ന് വേദപുസ്തകത്തേക്ക് ഇങ്ങോട്ട് വായിക്കുന്ന പോലെയല്ല. അവരതിന് വലിയ ഭയഭക്തി നിമിത്തമായി ഇത് ചെയ്യുന്നത്. അദ്ദേഹം ആ പുസ്തകം താത്തുവെച്ചു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത, ഇതുവരെ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിച്ചിട്ടില്ല. അനവധി ആളുകൾ ലോകത്തിൽ വന്നിട്ടുണ്ട്, അവരെല്ലാം പുരുഷന്റെ സന്താനങ്ങളാണ്. എന്നാൽ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? അദ്ദേഹം ധ്യാനിക്കാൻ തുടങ്ങി. അല്പം മാറിയിരുന്ന് ഈ തൂലിക കാത്തു വെച്ചിട്ട് ധ്യാനിക്കാൻ തുടങ്ങി. അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വാക്യം ഞാൻ എഴുതണമോ എന്ന് ചിന്തിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു, ആ പുത്രനെ, ആ മകനെ കാണാതെ നീ മരിക്കുകയില്ല. കന്യകയിൽ നിന്ന് വരുവാൻ പോകുന്ന മശികയെ കാണാതെ നീ മരിക്കയില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹം ആ ഭാഗം എഴുതി. ശേഷം അദ്ദേഹത്തിന്റെ ചിന്ത വന്നത് യെരുശലേം ദേവാലയത്തിലാണ്. കാരണം ആരാധനയും കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ അവിടെയാണല്ലോ നടക്കുന്നത്. അദ്ദേഹം അവിടേക്ക് വന്നു. ആരാ? ഈ ശിമിയോൻ, ഈ ശബ്ദം കേട്ട ശിമിയോൻ. പരിശുദ്ധാത്മാവ് പറഞ്ഞല്ലോ, നീ ആ മശികയെ കാണാതെ മരിക്കയില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ കുഞ്ഞിനെ ഒന്ന് കാണണം. കന്യകയിൽ ജന്മമെടുക്കുന്ന വചനം ജഡമായി തീരുന്ന കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം. അതിനുവേണ്ടി ഈ മനുഷ്യൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ദേവാലയത്തിലേക്ക് വന്നു. അവിടേക്ക് വന്നപ്പോൾ അവിടെ 2 മഹാപുരോഹിതന്മാരെ ശുശ്രൂഷിക്കുന്നത്, ഹന്നാവും കയ്യപ്പാവും.
അവർ രണ്ടുപേരും യാഗങ്ങളും കർമ്മങ്ങളും കർമ്മകാണ്ഡങ്ങളും ഒക്കെ നടത്തുകയാണ്. ഇതിനിടയിലൂടെ ഈ മനുഷ്യൻ പലവരു കണ്ണയച്ചു നോക്കി, പലരെ ശ്രദ്ധിച്ചു നോക്കി, ആരെയും കാണുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ദേവാലയത്തിന്റെ അങ്കണത്തിൽ ദീർഘനാളുകൾ അവിടെ ഇരുന്നു. എന്തിനു വേണ്ടിയാ? തന്നോട് വാഗ്ദത്തം ചെയ്ത ആ മശിഹാ തമ്പുരാനെ കാണുവാൻ വേണ്ടി അദ്ദേഹം അവിടെ ഇരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണമേ, അവിടെ കർമ്മങ്ങളുണ്ട്, ആരാധന പോലെ. ആമേൻ. യാഗങ്ങളും അതിൻ്റെതായ ധൂപങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. പക്ഷെ ഈ മനുഷ്യന് തൃപ്തിയില്ല. ഇദ്ദേഹത്തിന് അതൊന്നും പോരാ. അവിടുത്തെ കർമ്മങ്ങളോ ആചാരങ്ങളോ ചടങ്ങുകളോ ഒന്നും പുള്ളിക്ക് തൃപ്തി വരുത്തുന്നതല്ല. പുള്ളിക്ക് ഒന്നേ വേണ്ടു, മശിയെ കാണണം. അവരോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. ആ മശിയെ കയ്യിൽ ഏന്താതെ അദ്ദേഹം അവിടുന്ന് പോകത്തില്ല. ആ മനുഷ്യൻ, വയോവൃദ്ധനായ മനുഷ്യൻ, ദേവാലയത്തിന്റെ അന്തർമന്ദിരത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോസഫും മറിയയും കൂടെ കൈക്കുഞ്ഞുമായി ശുദ്ധീകരണത്തിന് വേണ്ടി ആ ആലയത്തിലേക്ക് വരുന്നത്. ഈ വന്യവയോവൃദ്ധനായ മനുഷ്യനുണ്ടല്ലോ, ആ മേൽ അതിന്റെ മൂലയിൽ ഇരിക്കുക. അദ്ദേഹത്തോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ കാത്തിരിക്കുന്ന ആ കുഞ്ഞ് വന്നിട്ടുണ്ട്, ആ മശിഹ വരുന്നുണ്ട്, വേഗം എഴുന്നേറ്റ് ചെല്ലാൻ പറഞ്ഞു. ഈ ജോസഫും മറിയയും കൂടെ കുഞ്ഞുമായിട്ട് വന്നപ്പോ ഈ പുരോഹിതന്മാർക്ക് വല്ലതും അറിയാമോ ഈ കുഞ്ഞേതാന്ന്? അവര് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എന്തോ ഉണ്ട്? അവര് പറഞ്ഞു, ഞങ്ങള് പൈസ ഇല്ലാത്തവരാ. ഈ പൈസ ഉള്ളവർ ആടിനെയും കാളയും വലിയ യാഗമാ അവരുടെ. അപ്പൊ ഞങ്ങൾക്ക് ഒരു കുറുംപ്രാവേ ഉള്ളൂ, പ്രാവിൻ കുഞ്ഞേ ഉള്ളൂ. അതിന്റെ കാരണം ഞങ്ങൾ ദരിദ്രരിൽ ദരിദ്രരാ. അപ്പൊ പുരോഹിതന്മാർക്ക് പോലും ഇവരോട് അത്ര സന്തോഷം തോന്നിയില്ല. ഈ ദരിദ്രന്റെ യാഗം എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ ആലയത്തിൽ തന്നെ നാണയം കൈമാറുന്ന പരിപാടിയും പല പരിപാടിയൊക്കെ ഉള്ള അവസരമൊക്കെ ആണല്ലോ. ഞാൻ അതിനെക്കുറിച്ച് സവിസ്താരമായി വിസ്തരിക്കുന്നില്ല. ആ പൈസയും വലിയ യാഗവും പുരോഹിതന്മാർക്ക് വേണ്ട ക്രമീകരണങ്ങളും ഒക്കെ ചെയ്യുന്നതിലാ അവർക്കിഷ്ടം. ദരിദ്രന്മാരുടെ യാഗത്തോട് അവർക്ക് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് ഈ കൈക്കുഞ്ഞിനെ അവർക്കൊട്ട് അറിയാനും വേല. അതുകൊണ്ട് അല്പം ഈ മറിയയും ജോസഫും ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ ഓടി വന്ന ആ കുഞ്ഞിനെ കയ്യിലേക്ക് മേടിച്ചു. ആരാ? വന്യവയോവൃദ്ധനായ ശിമിയോൻ അറിയാം. ഈ മറിയയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞാരാണെന്ന് ശിമിയോൻ അറിയാം. ആ കുഞ്ഞിനെ ഇങ്ങ് കയ്യിലേക്ക് മേടിച്ചിട്ട് ആ ഓമനത്തം തുളുമ്പുന്ന മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. കർമ്മങ്ങളും കർമ്മകാണ്ഡങ്ങളും അതിൻ്റെതായിരിക്കുന്ന നിലകളിൽ തകൃതിയായി ആലയത്തിൽ നടക്കുമ്പോൾ ഒരു ഭക്തന് ആത്മാവിൽ വെളിപ്പാടുണ്ടായ അകത്തലത്തിൽ പരിശുദ്ധാത്മാവ് പ്രേരണ കൊടുത്ത ഒരു ശിമയോന് ഈ കർമ്മങ്ങളിലോ കർമ്മകാണ്ഡങ്ങളിലോ അവിടെ നടക്കുന്ന മറ്റീതര ക്രമീകരണങ്ങളിലോ ഒന്നും സംതൃപ്തനല്ല. അവനൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, കാണേണ്ടവനെ കാണണം, അവനെ കയ്യിലെടുക്കണം, അവനെ എന്ത് ചെയ്യണം? അവനെ മുത്തം ചെയ്യണം. അതിനുവേണ്ടിയാണ് ഭക്തൻ ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ആത്മീകത്തിന്റെ പേരിൽ നടക്കുന്ന പലവിധമായ കർമ്മങ്ങളും കർമാചാരങ്ങളും അതിൻ്റെതായ നിലവിലുള്ള ജപങ്ങളും തപങ്ങളും പ്രാർത്ഥനകളുമൊക്കെ ഇന്ന് നിരന്തരം മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന് ആചാരങ്ങളും ചടങ്ങുകളും അതിന് വേണ്ടതെല്ലാം ഇന്നുണ്ട്. എല്ലാം ഉണ്ടെന്നേ. മധ്യസ്ഥന്മാരുണ്ട്, ക്രമീകരണങ്ങളുണ്ട്. അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നിപ്പോവും ഇതാണെല്ലാം. നോ നോ നോ. യഥാർത്ഥമായി മശിഹാ തമ്പുരാനെ കയ്യിലെന്തുവാൻ കഴിയുന്നില്ലെങ്കിൽ അമ്പേ, നിന്റെ ജീവിതം പരാജയമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇതിന്റെ എല്ലാം പൂർത്തീകരണമാ അവൻ മറിയുടെ കയ്യിലിരിക്കുന്ന ഈ കൈക്കുഞ്ഞ്. യാഗമർപ്പിക്കുന്ന ആടും കാളയും പ്രാവും കുറുംപ്രാവും എല്ലാം ഈ കൈക്കുഞ്ഞിൻ്റെ നിഴലാണ്. അതെന്നെ നിഴല. പൊരുളായവൻ വരുമ്പോൾ
നിഴല് മാറിപ്പോകേണ്ടതാ. പക്ഷെ ഇന്നും നിഴൽ എന്ത് ചെയ്യുക? കിടന്ന് കളിക്കുക. പൊരുള് വന്നിട്ടും വരേണ്ടത് വന്നിട്ടും സ്തോത്രം പ്രാപിക്കേണ്ടതുപോലെ പ്രാപിക്കാതെ ഇന്നും നിഴലായതിന്റെ പിന്നാലെയാ മനുഷ്യൻ യാത്ര ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ഈ സായാഹ്നവേളയിൽ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിഴലായിരുന്ന പഴയ നിയമ കാലയളവിൽ ആരംഭിക്കപ്പെട്ട കർമാചാര നിബിഡീകൃതമായ ആരാധന അതിൻ്റെതായ നിലകളിൽ തകൃതിയായി ഇന്നും തുടരുമ്പോൾ ആരാധനയുടെ പൂർത്തീകരണമായി അതിന്റെ ഒടുവിലായി ഇറങ്ങി വന്ന സകലത്തിന്റെയും നിവൃത്തിയായ ദൈവപുത്രനായ യേശു ഹൃദയത്തിലേക്ക് വാളരുളുന്ന, സിംഹാസനം ഇട്ടുകൊടുക്കുന്ന, അവനെ കയ്യിൽ ഏറ്റെടുക്കുന്ന, അവനെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന ഒരനുഭവമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത്. അത് കണ്ടറിയുവാൻ, പ്രാപിച്ചെടുക്കുവാൻ ആർക്ക് കഴിഞ്ഞു? ഈ ശിമിയോന് കഴിഞ്ഞു. സ്തോത്രം. മറ്റാർക്കും അത് മനസ്സിലാകാതിരുന്നപ്പോൾ, പലർക്കും മനസ്സിലാകാതിരുന്നപ്പോൾ ശിമിയോൻ അത് മനസ്സിലായി. ഇന്ന് ഈ സായാഹ്ന വേളയിൽ ഈ സത്യം തിരിച്ചറിഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനവധി കണ്ണുകൾ അടഞ്ഞിരിക്കുമ്പോൾ, അനവധി കണ്ണുകൾ കുരുട്ട് കണ്ണുകളായിരിക്കുമ്പോൾ, ദൈവവചനത്തിന് മറുത്ത് പലരും യാത്ര ചെയ്യുമ്പോൾ, ഇന്ന് അവൻ പരിശുദ്ധാത്മാവിൽ ഈ നിത്യസത്യം ഗ്രഹിക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ഞാൻ അങ്ങനെ പോയാൽ സമയത്തിന്റെ പരിമിതി നമ്മുടെ മുൻപിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്: അറിയേണ്ടതറിയണം. പലതും അറിയാം, പക്ഷെ അറിയേണ്ടവനെ അറിയണം. ഈ ഉപദേഷ്ടാവായ ഈ നിക്കോദീമോസ് ഉണ്ടല്ലോ, പള്ളിപ്രമാണിയാണ്, പള്ളിയിലെ കമ്മിറ്റി അംഗമാണ്, ഉപദേഷ്ടാവാണ്. രാത്രിയിൽ യേശുവിൻ്റെ അടുക്ക് വന്നു. എന്തിനാ ഈ രാത്രി വന്നത്? പല ചിന്തകൾ പറയുന്നുണ്ട്. കാരണം ഈ പള്ളിയിലെ ആരെങ്കിലും യേശുവിൻ്റെ അടുക്ക ചെന്നാൽ പള്ളിയിൽ നിന്ന് പുറത്താക്കുമെന്ന് അന്ന് യഹൂദന്മാരുടെ ഇടയിൽ പള്ളിയിൽ ഒരു നോട്ടീസ് വായിച്ചു. എടാ, യേശു എന്ന് പറഞ്ഞ ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്, ആ യേശുവിൻ്റെ വചനം കേൾക്കാൻ ആരെങ്കിലും പോയാൽ അവനെ പിന്നെ ഇതിനകത്ത് കയറ്റുകയില്ല. അപ്പം പിന്നെ ഇതിനകത്ത് കമ്മിറ്റി അംഗമായ നിക്കോദീമോസിന് പോകാൻ പറ്റുമോ? ആരെങ്കിലും കണ്ട് ചെന്ന് പള്ളിക്കാരോട് പറഞ്ഞാലോ, അച്ഛനോട് പറഞ്ഞാലോ? അയ്യോ, വിടുവോ? വിടത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, രാത്രി പോകാൻ തീരുമാനിച്ചു. കാരണം യേശുവിനെ കാണാതിരിക്കാനുള്ള ആ കെൽപ്പ് പുള്ളിക്കില്ല. യേശുവിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ യേശുവിനെ ഒന്ന് കാണണം. രാത്രി തുണിയൊക്കെ തലയിലിട്ട് മൂടി, ആരും കാണാതെ. വല്ലവരും നോക്കുകയാണെങ്കിൽ ഇങ്ങനെ മറയ്ക്കും. കാരണം ആരും അറിയരുത്, ഒറ്റ മനുഷ്യനറിയരുത് ഞാൻ യേശുവിൻ്റെ അടുക്ക പോയെന്ന്. അങ്ങോട്ട് ചെന്നു, യേശു താമസിക്കുന്നിടത്തോട്ട് യേശുവിൻ്റെ അടുത്തോട്ട് ചെന്ന പടിയെ പറഞ്ഞു, ഓ കർത്താവേ, നീ ആരാന്നറിയാമോ? റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു. അയ്യോ, നമ്മളെങ്ങനെ വരുന്നേ? അന്നേരം നമ്മളോട് പറയാ, ജോസഫ് ചാക്കോ പാസ്റ്ററെ, നിങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നതാണെന്ന് എന്നോട് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ താങ്ക്സ്. ഓ, എന്നെക്കുറിച്ച് ആരും ഇതുവരെ അത്രയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അത്രയും പറഞ്ഞത് വലിയ നന്ദിയുണ്ടെന്ന് പറഞ്ഞേനെ. യേശു എടുത്ത വായോടെ പറഞ്ഞതെന്നറിയോ? പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. എടോ, ഇത്രയും നല്ലൊരു വാക്കുമൊക്കെ പറഞ്ഞ്, സന്തോഷമൊക്കെ പറഞ്ഞ്, സ്വോത്രമൊക്കെ പറഞ്ഞ് കയറി വന്നപ്പോ തോക്കിനകത്ത് കയറി വെടിവെക്കുന്ന പോലെ യേശു പറയാ, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം പോകുന്നില്ല. നിന്റെ ഈ പരിപാടി കൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല. ഇല്ലെന്ന് നിന്റെ ധാരണ. അതുകൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല. പുതുതായി ജനിക്കണം. അപ്പൊ ഈ നിക്കോദീമോസ് പറഞ്ഞു, യേശുവേ, ഞാനിപ്പോ പ്രായമായി, വൃദ്ധനായി, ഇനി അമ്മയുടെ വയറ്റിൽ കയറി ജനിക്കാൻ പറ്റുമോ? കേട്ടോ, അമ്മയുടെ വയറ്റിൽ കയറി. അപ്പൊ പുള്ളിയുടെ ചിന്ത, ഈ പുതിയ ജനനം, യേശു പറഞ്ഞ ജനനം എന്ന് പറയുന്നത് പുള്ളിക്ക് വാസ്തവത്തിൽ മനസ്സിലായില്ല. എടാ, ഇത് ഈ ഭൂമിയിലെ ജനനത്തെ കുറിച്ചല്ല യേശു പറഞ്ഞത്, ഉയരത്തിലെ ജനനത്തെ കുറിച്ചാ.
ഭൂമിയിൽ ജനിച്ചു, പക്ഷെ നിന്റെ അകത്ത് നടക്കേണ്ട ഒരു ജനത്തെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. ഉടനെ കർത്താവ് അതിനെക്കുറിച്ച് ഒന്നുകൂടെ പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. ഒന്നുകൂടെ തിരിച്ചു പറയുക, വെള്ളം, ആത്മാവ്, ഇത് രണ്ടും കൂടെ കർത്താവ് വേർതിരിച്ച് പറഞ്ഞു. വെള്ളം, ആത്മാവ്, ഇതിനാൽ നിങ്ങൾ ജനിക്കണം, നീ ജനിക്കണം. ഇതെല്ലാം പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറയാ ഒരു പിടിയും പുള്ളി കിട്ടി. ഉടനെ കർത്താവ് ചോദിച്ചാ, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ട് ഇതറിയുന്നില്ലയോ എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിലെ പ്രവാചകന്മാര് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പുതിയ ഹൃദയം നിനക്ക് തരും, ഞാൻ നിന്റെ അകത്തെ രൂപാന്തരപ്പെടുത്തും, ഞാൻ നിന്റെ അകത്ത് എന്റെ ആത്മാവിനെ പകരും കേട്ടോ, നിനക്കൊരു പുതിയ അനുഭവം ഉണ്ടാകും, ഇന്നലകളെ മറന്ന് നിന്റെ ജീവിതത്തെ ഞാൻ എന്ത് ചെയ്യും, പുതിയ അനുഭവത്തിലേക്ക്, ഒരു വീണ്ടും ജനനത്തിലേക്ക് ഞാൻ നിന്നെ നടത്തുമെന്ന്. ഞാൻ വാക്യങ്ങളൊന്നും ഇപ്പൊ എടുത്ത് വായിക്കുന്നില്ല, ഇത് പഴയ നിയമ പ്രവാചകന്മാര് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇത് ഉപദേശിക്കുന്ന നിക്കോദിമോസേ നിനക്കറിയാമോ? ഇല്ല. ഇത് കർത്താവ് എടുത്തു പറഞ്ഞിട്ടും കാര്യങ്ങൾ മനസ്സിലായില്ല. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയാം, യേശുവിന്റെ വചനത്തെ ഉള്ളതുപോലെ അറിഞ്ഞെങ്കിലേ നീ വിടുവിക്കപ്പെടൂ. അതാണ് ദൈവത്തിന്റെ ആത്മാവിന് നിന്നോട് സംസാരിപ്പാനുള്ളത്. യേശുവിനെ ഉള്ളതുപോലെ അറിഞ്ഞ് അവന്റെ വചനത്തെ ഉള്ളതുപോലെ മനസ്സിലാക്കിയാൽ നിനക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയും. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ശക്തമായി വാദിച്ചു കൊണ്ടിരിക്കുക. പാരമ്പര്യത്തിന്റെയും നമുക്കറിയാം ജപങ്ങളുടെയും തപങ്ങളുടെയും ആരാധനകളുടെയും ഒക്കെ കൂടിനകത്താണ് നിക്കോദിമോസ് ഇരിക്കുന്നത്. പക്ഷേ അതവന്റെ ജീവിതത്തെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. അറിയേണ്ടത് അറിയണം. എന്തറിയണം? നിന്റെ അകത്ത് നടക്കേണ്ട വീണ്ടും ജനത്തെ കുറിച്ച് നീ അറിയണം. എങ്ങനെ? ദൈവത്തിന്റെ വചനമാകുന്ന വെള്ളം. അവിടെ വെള്ളം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെ കുറിച്ചാണ്. ഒത്തിരി വാക്യങ്ങളുണ്ട്, പക്ഷെ എല്ലാം വായിക്കാൻ ഇപ്പൊ സമയം എടുക്കുന്നില്ല. ഒരു വാക്യം ഞാൻ പറഞ്ഞു വിടാം. എഫേസ്യ ലേഖനത്തിൽ അവൻ അവളെ വചനമാകുന്ന നീർക്കുളിയാൽ വെടിപ്പാക്കി. വചനം ഒരു കുളിയാണ്. വചനത്തിന്റെ ശുദ്ധീകരണം അകത്ത് നടക്കണം. വചനവും പരിശുദ്ധാത്മാവും ചേർന്ന് അകത്തൊരു പ്രക്രിയ ചെയ്യുമ്പോൾ ആ പ്രക്രിയയാണ് നിന്റെ അകത്ത് ആമേൻ ഉണ്ടാകുന്ന വീണ്ടും ജനനമെന്ന് പറയുന്നത്. ഒറ്റ വാക്കി ഞാൻ പറഞ്ഞാൽ, ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പ്രസവവേദനപ്പെടുന്നു. വീണ്ടും ജനനം എന്തുവാ പ്രിയപ്പെട്ടവരെ? പെന്തിക്കോസുകാരന്റെ വീട്ടിൽ ജനിക്കുന്നതല്ല വീണ്ടും ജനനം. ഞാനും രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് കൈ ഉയർത്തുന്നതല്ല വീണ്ടും ജനനം. ഞാന് ഇടയാർ എന്ന് പറയുന്ന സ്ഥലത്ത്, കൂത്താട്ടുകുളം, അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹവും ഭാര്യയും മരിച്ചുപോയി. ഏലിയാസ് ഡോക്ടർ എന്ന് പറയും. സ്വന്തമായിട്ട് അദ്ദേഹത്തിന് ഇലഞ്ഞിയിലെ ആശുപത്രി ഉണ്ട്. അദ്ദേഹത്തിന് ബാസിലി മിനിസ്ട്രീസ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. ഞാൻ അത് കൊണ്ട് നടന്നുകൊണ്ടിരുന്നത് ചില വർഷങ്ങൾ. അതിൻ്റെ പരിശ്രമങ്ങള്, ടീമിൻ്റെ പ്രവർത്തനങ്ങള്, വർഷത്തിൽ ഒരിക്കൽ ഒരാഴ്ചത്തെ കൺവെൻഷൻ, ഈ ശുശ്രൂഷയ്ക്കൊക്കെ നേതൃത്വം കൊടുത്തത് ഞാനാ. അന്ന് ഞങ്ങൾ തലയോലപ്പറമ്പിൽ താമസിക്കുമ്പോഴാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ഇടയാറ് വലിയ പള്ളി പണിതത് ഈ ഏലിയാസ് ഡോക്ടറുടെ അപ്പനും അമ്മ, ആ കുടുംബക്കാരാ. അവരുടെ പേരിൽ അവിടുത്തെ വലിയ യാക്കോബ് പള്ളി ഉള്ളത്. അപ്പൊ ഞങ്ങൾ ഈ അപ്പച്ചനെ അമ്മച്ചെ യോഗത്തിന് വിളിക്കും, ഈ കൺവെൻഷന് വിളിക്കും. എന്നോട് അവർക്ക് വലിയ കാര്യമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഭയങ്കര താല്പര്യമുള്ളവരാ. അപ്പൊ ഈ എല്ലാ യോഗത്തിനും കാറെ കൊണ്ടുവന്ന് ഈ അപ്പച്ചനെ അമ്മച്ചയും, അന്ന് ഒത്തിരി പ്രായമില്ല അവർക്ക്, അവരെ കൊണ്ടുവന്ന് ഈ യോഗത്തിന് തലകയിരുത്തും. അപ്പൊ തലക ഇരുത്തുമ്പോഴത്തേന് വലിയ പാസ്റ്റർമാരാ, അറിയപ്പെടുന്ന പ്രസംഗികരെയാണ് വിളിച്ചിരിക്കുന്നത്. പ്രസംഗം കഴിയുമ്പോൾ ഈ അമ്മച്ചി കൈവെക്കും. എല്ലാ പ്രസംഗത്തിനും ഈ അമ്മച്ചി കൈവെക്കും. അപ്പൊ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ അമ്മച്ചിയോട് ചോദിക്കും, അമ്മച്ചി എന്തിനായി കൈവെക്കിയേ? അന്നേരം എന്നോട് പറയും, എന്റെ പാസ്റ്ററെ, എന്റെ മകൻ ഏലിയാച്ചൻ ഉണ്ടല്ലോ,
ഇത്രയും കാശ് മുടക്കി ഒരു യോഗം നടത്തുമ്പം അവനൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി കൈപൊക്കിയതാന്ന് പറയും. നോക്കണേ, ഞാൻ ചോദിച്ചു, അമ്മച്ചി രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണോ കൈപൊക്കിയത്? യേശുവിനെ സ്വീകരിച്ചാണോ? അല്ല. എന്റെ മകൻ ഇത്രയും കാശ് മുടക്കിയപ്പോ ഞാനൊന്ന് കൈപൊക്കിയില്ലെങ്കിൽ എങ്ങനെയാ? എന്നോട് പറഞ്ഞ കാര്യം പറഞ്ഞേ. ഒരിക്കൽ ഞാൻ നോക്കിയപ്പോ ഉണ്ടല്ലോ, ആ വീട്ടിൽ ജോലി ചെയ്ത 2 സഹോദരിമാരൂടെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോ ഈ അമ്മച്ചി, എനിക്കറിയാം ഇന്നും അമ്മച്ചി കൈ പൊക്കുമെന്ന് എനിക്കറിയാം. ഞാൻ സ്റ്റേജിൽ തന്നെയാണെങ്കിലും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മളാ. അന്ന് പ്രസംഗിച്ച ദൈവദാസൻ എനിക്ക് തോന്നുന്നു കാനവച്ചനാന്ന് എനിക്ക് തോന്നുന്നു. പ്രസംഗം കഴിഞ്ഞപ്പോൾ കൈപൊക്കാനായിട്ട് അത് പറഞ്ഞപ്പോൾ അമ്മച്ചി കൈപൊക്കി. അമ്മച്ചിയുടെ അടുത്തിരുന്ന വീട്ടുവേലക്കാരികളായ 2 പെണ്ണുങ്ങൾ പറഞ്ഞു, എടീ കണ്ടില്ലടി ഞാൻ കൈപൊക്കിയത്, പൊക്കടി കൈ. അപ്പൊ 2 പെണ്ണുങ്ങളും കൈപൊക്കി. എടീ എനിക്ക് കൈപൊക്കാമെങ്കിൽ നിങ്ങൾക്ക് കൈപൊക്കാൻ വരെ ഏരിയാച്ചൻ നടത്തിയ യോഗമല്ലേ? അങ്ങനെയല്ല വീണ്ടും ജന്മം പ്രാപിക്കുന്നേ. ആർക്കേലും യോഗം നടത്തി കൊള്ളായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു, പ്രസംഗം നല്ലതായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു ലൈറ്റ് തരണേന്ന് പറഞ്ഞത് ലൈറ്റ് തരണേന്നായിപ്പോയി. ലൈറ്റ് തരണേന്ന്. എല്ലാരും ലൈറ്റിന് നടക്കായിപ്പോ. ലൈറ്റ് കിട്ടണേ, ലൈറ്റ്. അമ്മച്ചി പറഞ്ഞപ്പോ ലൈക്ക് എന്നുള്ളത് ലൈറ്റ് ആയിപ്പോയി. ഇതൊത്തിരി ലൈറ്റ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതല്ല. പക്ഷെ ഒരു കാര്യം, ദൈവവുമായി നീ ലൈക്കാകണം. ദൈവത്തോട് നീ ചേർന്ന് വരണം. ദൈവവചനത്തോട് ചേർന്ന് വരണം. വെറും ഒരു പ്രോഗ്രാം അല്ല ഞങ്ങൾ ഈ ചെയ്യുന്നത്. ഇതിനകത്ത് നിന്റെ അന്തരാത്മാവിൽ നടക്കേണ്ട ചില വിടുതലുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. അത് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിലായി പറയുന്നേ, ആത്മനിറവിലായി പറയുന്നേ, നിന്നോടുള്ള ദൈവത്തിന്റെ സന്ദേശമായി പറയുന്നത്. പ്രസംഗം കൊള്ളായിരുന്നു, എനിക്കൂടെ വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് പോകാനല്ല. പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഒരുക്കമാ. റോസ് ഫാമിലി ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ നിറമുണ്ട്. നിങ്ങളുടെ വിഷയങ്ങൾ എന്തായിരുന്നാലും അറിയിച്ചാൽ പ്രാർത്ഥിക്കും. പക്ഷെ ഒരു കാര്യം, വെറും പ്രാർത്ഥന കൊണ്ട് തീരുന്നില്ല. നിങ്ങളുടെ ജീവിതം യേശുവുമായി കൂട്ടിമുട്ടണം. ജീവിതത്തിൽ യേശു വരണം. വെറുതെ ഒരു ചടങ്ങായിട്ട് ഇത് കാണരുത്. എല്ലാ വർഷവും നടത്തുന്ന ഒരു ചടങ്ങ് പോലെ, കൺവെൻഷനാണ്, യോഗമാണ്, അല്ലെ പ്രസംഗമാണ്. കൊള്ളാം, ഉപദേശി നന്നായിരുന്നു, അവരുടെ നല്ല കാര്യമായിരുന്നു, എത്ര നല്ല, അതൊക്കെ കൊള്ളാം. പക്ഷേ അതിനപ്പുറത്ത് നിന്റെ അകത്ത് ചലിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി ഇന്ന് ഈ സായാഹ്ന വേളയിൽ വെളിപ്പെട്ടാൽ, യേശു നിന്റെ അകത്ത് കയറിയാൽ നിന്റെ ജീവിതം ധന്യമായി തീരും. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പല വിഷയങ്ങളുടെ അകത്തുണ്ടെങ്കിലും പറയാനുള്ള സമയം എൻ്റെ മുൻപിൽ അധികമില്ല. യേശു അകത്ത് കയറുന്ന, യേശുവിനെ നമ്മൾ ഒന്നുകൂടെ പറഞ്ഞ ഗർഭം ധരിക്കുന്ന, ഒന്നുകൂടെ പറഞ്ഞ യേശു ഉരുവാകുന്ന, ഡിസംബർ മാസം 25-ാം തീയതി ഉണ്ണി പിറന്ന്, യേശു ഉണ്ണി പിറന്ന്, അങ്ങനെ എല്ലാ വർഷവും പിറക്കുന്ന മണ്ണുണ്ണി അല്ല യേശു. പലരുടെയും ധാരണ എല്ലാ വർഷവും ഇങ്ങനെ പിറക്കുന്ന മണ്ണുണ്ണിയാ യേശു എന്നാ. ഞങ്ങളൊരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് കൊച്ചൻ പറഞ്ഞു, പാസ്റ്ററെ ഇവിടെ ഉണ്ണീശോ ഉണ്ട് കേട്ടോ. എനിക്ക് സന്തോഷം തോന്നി ഒന്ന് കാണാൻ വേണ്ടി. ചെന്നപ്പോഴത്തേനും മണ്ണുണ്ണിയെ ഇങ്ങനെ വെച്ചിരിക്കുക, കർത്താവിനെ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ആടുണ്ട്, മാടുണ്ട്, കാളയുണ്ട്, കോഴിയുണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ മറിയയുണ്ട്, ജോസഫും ഉണ്ട്. ഞാൻ ചോദിച്ചു, മോനെ ഇതൊക്കെ എന്തിനാ? അതെ, 22-ാം തീയതി വരുമ്പോൾ ഞങ്ങൾ എടുത്ത് പുൽക്കൂട് പണിതെല്ലാം കൊണ്ടുവരും. ഞാൻ പറഞ്ഞു, മോനെ യേശു മണ്ണുണ്ണി ആയതാ കേട്ടോ. യേശു വിണ്ണുണ്ണിയായിരുന്നു, പക്ഷെ വിണ്ണുണ്ണി മണ്ണുണ്ണി ആയതാ. അതെല്ലാ വർഷവും ആ മണ്ണുണ്ണിയെ കൂട്ടിനകത്ത് വെച്ച് മണ്ണുണ്ണി ആക്കാനല്ല, പിന്നെ ആ വിണ്ണുണ്ണിയെ ഹൃദയമാകുന്ന പുൽക്കൂടിനകത്ത് വെച്ച് നിന്റെ ജീവിതം ഒരു വിണ്ണുണ്ണിയാകാനാ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നു പറഞ്ഞു. യാഥാർത്ഥ്യം മനസ്സിലായോ? എല്ലാ വർഷവും ഒരു ചടങ്ങായിട്ട് നിർവഹിച്ച് കേവലം ഒരു ചടങ്ങ് ആ സമയം വരുമ്പോൾ ചെയ്യുന്ന ഒന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്.
മറിച്ച് നമ്മുടെ അകത്തലത്തിൽ കത്തുന്ന ഒരാത്മാവിന്റെ വിടുതൽ എന്റെ യേശു എന്റെ അകത്ത് കയറിയാൽ നടക്കും. ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ട് നീ അറിയുന്നില്ലയോ? ഈ മനുഷ്യന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഈ നിക്കോദിമോസ് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഞാൻ അവസാനിപ്പിക്കാൻ പോവുക, 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ മനുഷ്യൻ യേശുവിനെ പിടിക്കുവാൻ അനേക സേവകരെ പറഞ്ഞു വിട്ടു. യേശുവിനെ പിടിക്കാനായിട്ട് എടാ വല്ല വിധനെ അയാൾ ഭയങ്കരനാണ് കേട്ടോ, അത്ഭുതം അടയാളമൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് യേശുവിനെ വിടരുത്, പിടിച്ചോളാൻ പറഞ്ഞു. ഒത്തിരി പേര് യേശുവിനെ പിടിക്കാൻ വന്നു. പക്ഷേ ആരും യേശുവിനെ തൊട്ടില്ല. തിരിച്ച് ചെന്നപ്പോഴത്തേന് ഈ നേതാക്കന്മാർ ചോദിച്ചു, അതെന്താ യേശുവിനെ പിടിക്കാഞ്ഞ്? നിക്കോദിമോസാ മറുപടി പറഞ്ഞ്, ഒരുവൻ്റെ വാക്ക് കേട്ടിട്ട് അവൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ അവനെ തൊടാൻ പറ്റുള്ളൂ. യേശുവിൻ്റെ വാക്ക് കേട്ട് ഉള്ളത് മനസ്സിലാക്കിയ ഒരുവനാ ആരാ? നിക്കോദിമോസ്. നിക്കോദിമോസിനത് അറിയാം. അന്ന് ആ രാത്രിയിൽ യേശുവിൻ്റെ അടുക്ക ചെന്നപ്പോൾ അകത്ത് കത്തിയ കത്തല് ആർക്കറിയാം? നിക്കോദിമോസിനറിയാം. അതുകൊണ്ടാ പറഞ്ഞ പടയാളികളെ ഒന്നും വിട്ടാലൊന്നും എൻ്റെ യേശുവിനെ തൊടാൻ പോലും പറ്റുകയെന്ന് പറഞ്ഞു. പക്ഷേ ഒരു പരാജയം പറ്റി കേട്ടോ. ജീവിതകാലത്ത് യേശുവിനെ ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. യേശുവിൻ്റെ ശവമടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ക്രൂശിൽ നിന്നിറക്കി ജോസഫിൻ്റെ കല്ലറയിൽ അടക്കുമ്പോൾ റാത്തല് കണക്കിന് മൂറും ചന്ദനവും ലവംഗവും ചേർന്ന നല്ല കൂട്ട് കൊണ്ടുവന്ന് മന്ത്രി സഹിതമുള്ള ആളുകൾ അന്നേരം അവിടെ ഉണ്ട് കേട്ടോ. ആ കൂട്ടത്തിൽ നിക്കോദിമോസും ഉണ്ട്. ആരുണ്ട്? ഞാൻ ചോദിക്കട്ടെ, ജീവിച്ചിരുന്ന യേശുവിനെ ഉള്ളതുപോലെ വഹിച്ചുകൊണ്ട് സാക്ഷ്യം വഹിക്കാൻ പറ്റിയില്ല. ആർക്ക് പറ്റിയില്ല? നിക്കോദിമോസിന് പറ്റിയില്ല. അവസാനം യേശുവിൻ്റെ മരണത്തിങ്കലാണ് നമ്മൾ നിക്കോദിമോസിനെ കാണുന്നത്. ചിലർക്ക് പറ്റുന്ന പരാജയമില്ല. ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനോട് കൂടെ നടക്കാൻ പറ്റാതെ അവസാനം മരിച്ചു കഴിഞ്ഞപ്പോൾ ഓടിച്ചെന്നു കല്ലറയ്ക്കൽ. അയ്യോ, ഇന്ന് നീ ജീവനോടെ ഇരിക്കുമ്പോൾ യേശുവിനെ ഏറ്റെടുക്കണം കേട്ടോ. നിന്നോട് സംസാരിക്കുന്ന യേശുവിനെ ഏറ്റെടുക്കണം. ഇതെന്നും നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയില്ല. ചിലരുടെ ധാരണ എന്നും ഇങ്ങനെ പ്രസംഗങ്ങളുണ്ടായിരിക്കും, സൂചകം ഉണ്ടായിരിക്കും, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, പ്രാർത്ഥന ഉണ്ടായിരിക്കും. നോ, ഇതിന്റെ മണിയടി തീരാൻ തുടങ്ങുക. ഇത് അവസാനിക്കാൻ തുടങ്ങുക. അതിനു മുൻപ് ഇന്ന് യേശുവിന്റെ ശബ്ദം മുഴങ്ങുന്നു. സഹോദര, യേശു നിന്നോട് ഹൃദ്യമായി ഇടപെടുന്ന ഒരു സന്ദർഭമായത്. അവനെ ഉള്ളതുപോലെ ഏറ്റെടുത്താൽ നീ സ്വാതന്ത്ര്യം പ്രാപിക്കും. റോമാലേഖനത്തിൽ 7-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിനെ കുറിച്ച്. ജഡത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, എന്തിന്? പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, സാത്താന്യ ശക്തികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഇത് മൂന്നും റോമാലേഖനത്തിലെ 7-8 അധ്യായങ്ങളിൽ ഉൾക്കൊണ്ടുകൊണ്ട് പൗലോസ് ശ്ലീഹ പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ സ്വാതന്ത്ര്യമില്ലാത്തവൻ നിലവിളിക്കുന്ന ഒരു നിലവിളിയുടെ ശബ്ദം പൗലോസ് മുഴക്കിയിട്ടുണ്ട്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആർ പഠിപ്പിക്കും? മറുപടി, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കണ്ടോ, സ്വാതന്ത്ര്യമില്ലാത്ത ഒരുവന്റെ ഒരു അരിഷ്ടന്റെ നിലവിളി കേട്ടോ. നിലവിളിക്കുന്നവന് ഉത്തരം കൊടുക്കുന്ന ഒരു ഉത്തരം കണ്ടോ. ഇന്ന് ഈശായാന്റെ വേളയിൽ ഒരു ഉത്തരവുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിലവിളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് വിടുതലില്ല, ഞാൻ അരിഷ്ട മനുഷ്യനാണ്, ഞാൻ തകർന്നവനാണ്, പാപം എൻ്റെ മേൽ വാടുകൊണ്ടിരിക്കുന്നു, എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ല, നിലവിളിയോടുകൂടെ കരയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇത് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധിക്കുന്ന ജീവിതമേ, കുടുംബത്തിന്റെ നീറുന്ന അസ്വസ്ഥതകൾ നിമിത്തം, തലമുറകൾ നിന്റെ കുടുംബത്തെ തകർക്കുന്ന നിമിത്തം, ജീവിതത്തിൽ മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമകളായത് നിമിത്തം നിന്റെ കുടുംബ സമാധാനം നഷ്ടപ്പെട്ട് വേദനിക്കുന്ന ഹൃദയവുമായി അയ്യോ എന്ന് നിലവിളിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ? വിടുതലിനുള്ള മാർഗം അവിടെ തന്നെ ഉണ്ട്. യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്നെ വിടുവിക്കുന്ന കർത്താവ് ഇറങ്ങി വരികയാ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയട്ടെ. ആ യേശുവിന്റെ സാന്നിധ്യം റോസാമരിയുടെ ഫേസ്ബുക്ക് പേജിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇത് ശ്രദ്ധിക്കുന്ന നിന്റെ കുടുംബത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക, നിന്റെ ജീവിതത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഒരു നിമിഷം പറഞ്ഞാട്ടെ, കർത്താവേ, എന്റെ ഉള്ളം ഞാൻ തുറന്നു തരുന്നു, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അങ്ങേ ഉള്ളതുപോലെ
പറയുവാൻ, ആ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ, ആ സ്വാതന്ത്ര്യം പ്രാപിച്ച് എന്റെ ചങ്ങലകൾ പൊട്ടി ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുവാൻ എനിക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, ഈ വചന ശുശ്രൂഷയിൽ ഞങ്ങളെ ശ്രമിക്കുന്ന ജീവിതങ്ങളെ കർത്താവ് രക്ഷിക്കണമേ. അങ്ങയുടെ നാമത്തിന്റെ മഹത്വമെന്ന വണ്ണം യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ അനേകരെ കർത്താവ് ഒരുക്കണമേ. ആമേൻ. റോസ് ഫാമിലിയുടെ ആത്മീയ ശുശ്രൂഷയ്ക്കായി സ്തോത്രം. ആമേൻ. ഇതിന്റെ പിന്നാപ്പുറങ്ങളിൽ അധ്വാനിക്കുന്ന ദൈവദാസിദാസന്മാർ, അപ്പോൾ തന്നെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നവർ, അവർക്കെല്ലാം വിടുതലിന് കാരണമാകട്ടെ. തിരുനാമത്തെ മാത്രം ഉയർത്തിയാട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.